ഹായ് ഫ്രണ്ട്സ്, പാസീവ് വോയിസിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിന്ന് സിമ്പിൾ പാസ്റ്റാണ് ചർച്ച ചെയ്യാനുള്ളത്. എങ്ങനെയായിരിക്കും സിമ്പിൾ പാസ്റ്റ്? ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ഫോമിലായിരിക്കും നോർമലി നമ്മുടെ ഡേ ടു ഡേ ടോക്കിൽ വരുന്നത്. എങ്ങനെ ആയിരിക്കും പറയുക എന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ആക്റ്റീവ് വോയിസിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. രാമ ഹെൽപ്ഡ് രാവണ. രാമ ഹെൽപ്ഡ് രാവണ. രാമൻ രാവണനെ ഹെൽപ്പ് ചെയ്തു. റൈറ്റ്. ബാബു കോൾഡ് ബിബു. ബാബു കോൾഡ് ബിബു. അങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഡിസ്കഷൻ നടത്തുന്നത്. എങ്ങനെ ആയിരിക്കും അതിൻ്റെ പാസീവ് വോയിസ് വരുന്നത്? സിമ്പിളാണ്, നമുക്കറിയാം. ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റ് തന്നെയാണ്. പിന്നീട് വരുന്നത് എന്താണ്? വോസ് ഓർ വേർ. പ്രസൻറ്റിലാണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ ഈസ് ഓർ ആർ ആയിരുന്നു. അതുപോലെ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ പാസീവ് വോയിസിൽ was or were എന്നതാണ് വരുന്നത്. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സോ രാമ ഹെൽപ്ഡ് രാവണ എന്നിടത്ത് എന്താണ് ഒബ്ജക്റ്റ്? രാവണ. സോ രാവണ വാസ് ഹെൽപ്ഡ്. രാവണ വാസ് ഹെൽപ്ഡ് ബൈ രാമ. വേണമെങ്കിൽ അങ്ങനെ പറയാം. രാവണ വാസ് ഹെൽപ്ഡ്. അങ്ങനെയാണെങ്കിലും സെൻറ്റൻസ് മതിയാവും. കംപ്ലീറ്റ് ചെയ്യുന്നതിന് രാവണ വാസ് ഹെൽപ്ഡ് ബൈ രാമ. ഓക്കെ. ദെൻ ബാബു കോൾഡ് ബിബു. എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? ബിബു വാസ് കോൾഡ്. ബിബു വാസ് കോൾഡ് ബൈ ബാബു. ഓക്കെ, ഗോട്ട് ദി ഐഡിയ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പറയുന്നത്. വിളിക്കപ്പെട്ടു, സഹായിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളം വരുന്നത്. ഒരു ഉദാഹരണം മറ്റൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. യുദ്ധത്തിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടു. വളരെ നോർമലായി നമ്മൾ കാണുന്ന ഒരു സെൻറ്റൻസാണ്, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടു. എങ്ങനെ പറയും? ഇന്നസെൻറ്റ് സിവിലിയൻസ്, അതല്ലെങ്കിൽ ഇന്നസെൻറ്റ് പീപ്പിൾ എന്നൊക്കെ പറയാം. സോ ഇന്നസെൻറ്റ് സിവിലിയൻസ് വേർ കിൽഡ്. ഇന്നസെൻറ്റ് സിവിലിയൻസ് വേർ കിൽഡ് ഇൻ വാർ. ഇന്നസെൻറ്റ് സിവിലിയൻസ് വേർ കിൽഡ് ഇൻ വാർ. അത്ര മതിയാവും. ഇനി ആര് നടത്തിയ യുദ്ധമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവസാനം നമുക്ക് ബൈ എന്ന് ചേർത്തിട്ട് അത് പറയാം. പക്ഷേ കൊല്ലപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായും പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. രാമ വാസ് കിൽഡ് എന്ന് പറഞ്ഞാൽ രാമൻ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. രാമ വാസ് ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ രാമൻ സഹായിക്കപ്പെട്ടു. സഹായിച്ച ആളെ ആരാണെന്ന് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാതെ പറയുമ്പോഴാണല്ലോ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പാസീവ് വോയിസായി പറയുന്നത്. ഇന്നസെൻറ്റ് സിവിലിയൻസ് വേർ കിൽഡ്. ഓക്കെ, ഹി വാസ് കിൽഡ് സാധാരണയായി നമ്മൾ കാണാറുണ്ട്. ഹി വാസ് കിൽഡ്. എ മാൻ വാസ് കിൽഡ്. ഒരാൾ കൊല്ലപ്പെട്ടു. സംവൺ വാസ് കിൽഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാസീവ് വോയിസിൽ സിമ്പിൾ പ്രസൻറ്റ് പറയുന്നത്. വൺ മോർ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസ് തന്നെയാണ്. ലോറ ടോട്ട് മാത്സ് അറ്റ് ഹൈസ്കൂൾ. ലോറ ടോട്ട് മാത്സ് അറ്റ് ഹൈസ്കൂൾ. എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? ഏതാണ് ഒബ്ജക്റ്റ് അവിടെ? ലോറ ടോട്ട് മാത്സ് ആണ്. എന്താണ് പഠിപ്പിക്കുന്നത്? മാത്സ്. സോ മാത്സ് വാസ് ടോട്ട്. ടീച്ച് എന്നതിൻ്റെ പാസ്റ്റ് രൂപമാണ് ടോട്ട്. ടോറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ടോട്ട് തന്നെയാണ്. സോ മാത്സ് വാസ് ടോട്ട് ബൈ ലോറ അറ്റ് ഹൈസ്കൂൾ. മാത്സ് വാസ് ടോട്ട് ബൈ ലോറ അറ്റ് ഹൈസ്കൂൾ. മനസ്സിലായി കാണുമല്ലോ.
കൂടുതൽ ഉദാഹരണങ്ങൾ അതുപോലെ മറ്റു കൂടുതൽ ടെൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ വിശദമായി ഡിസ്കസ് ചെയ്യാം. സി യു അഗൈൻ. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.